കിരൺസ് ഫാമിലി വേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മകരസംക്രാന്തിയാണ്. മകരസംക്രാന്തി ബേസ് ആയിട്ട് നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ചെറിയ പൊങ്കൽ ഉണ്ടാക്കാൻ പോവാം. അത് ഉദ്ദേശിച്ചത് ഉലുവ ഉണ്ടാക്കാനാണ്, പക്ഷെ ഇവിടുത്തെ അരി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിന്നൊരു പൊങ്കൽ ഉണ്ടാക്കാനാണ്. ഓക്കെ, ഇതാ പിന്നെ അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ രീതിക്ക് ഞാൻ ജസ്റ്റ് ഒരു അരിപ്പായസം പോലെ ഉണ്ടാക്കുന്നതാണ്. ഇതാ ശർക്കര ഇരിപ്പുണ്ട്, ഏലക്കയുണ്ട്, നെയ്യുണ്ട്, ഒരു തേങ്ങയുണ്ട്. ഇതാണ് അരി. വെള്ളം വെച്ചേക്കാം. ഇനി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി ഇട്ടേച്ച് പായസം പോലെ ഉണ്ടാക്കിയെടുക്കും. തുടങ്ങി അരി ഒരുവിധം വേവാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ശർക്കര ചേർക്കും. ശർക്കര ഇവിടെ ഇരിപ്പുണ്ട്, ശർക്കര ചിരണ്ടിയിടും. പിന്നെ കുറച്ച് ഏലക്ക പൊളിച്ചിടും. ഒരു ഇത്തിരി നെയ്യ് കൂടി ചേർക്കും കേട്ടോ. അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞരി മകര സംക്രാന്തി ആഘോഷിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ആഘോഷിക്കണമൊന്നുമില്ല. മകരവിളക്കിന് പോവും. ഇപ്പം ഞങ്ങളുടെ അവിടെ വാഴയിലമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു, അപ്പം അങ്ങനെ അവിടെയൊക്കെ പോവും. പിന്നെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നമ്മൾ ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതായതുകൊണ്ട് ചെയ്യുന്നുള്ളൂ. ഉലുവ കൊണ്ട് ഉണ്ടാക്കാനായിരുന്നു, പക്ഷേ ഈ അരി പറ്റില്ല. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ എന്തായാലും നോക്കട്ടെ. തേങ്ങയും ഏലക്കയും കുറച്ച് ഏലക്ക ഇട്ടാണ് കേട്ടോ നെയ്യിലിങ്ങനെ വഴറ്റി നേരെ നമ്മൾ ഈ തേങ്ങയും നെയ്യും ഏലക്കയും കൂടി വഴറ്റിയിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് നേരെ എന്ത് ചെയ്യുക, നേരെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇടാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ അരി വറ്റിച്ചതെന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിലൊക്കെ ദിവസം വൈകിട്ട് ചായക്കൊക്കെ നമ്മൾ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. അതിന് നമ്മൾ പൊങ്കലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പേരിട്ട് വിളിക്കുന്നതെന്നേ ഉള്ളൂ. തമിഴ്നാട്ടുകാർ വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തല്ലരുത്, ഇങ്ങനെയൊന്നും അല്ലായിരിക്കും നിങ്ങളുടെ പൊങ്കൽ. ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങളിവിടെ ക്യാമ്പ് നടത്തുന്നത് കാരണം ഒരു സ്വീറ്റ് അത്രേ ഉള്ളൂ. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഒന്നും കൂടി ഞാൻ ചൂടാക്കി എടുത്തു. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇത് ഫുള്ളായിട്ട് റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നിടത്തൊന്ന് പോയി നോക്കാം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാക്കി എന്നൊക്കെ നോക്കാം. ഓക്കെ, മെഡിക്കൽ ക്യാമ്പ് എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ശാന്തിഗ്രാമിൻ്റെ ബ്രോഡ് ഞാനത് ഫ്രണ്ട് ക്യാമ്പിൽ കാണിച്ചു തരാം. ക്യാമ്പ് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ്, നമ്മൾ മെഡിസിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡോക്ടറാണ്. അതുപോലെ നാഡീ പരിശോധനയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഫുള്ളായിട്ട് നർമ്മദയുടെ തീരത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ശാന്തിഗ്രാം കേരള ആയുർവേദ. നമ്മുടെ ഒത്തിരി മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ലൈൻ പൊട്ടി അതിൻ്റെ ഇടയ്ക്ക്. ലൈൻ പൊട്ടിയതല്ല, ഒരു ട്യൂബ് അടിച്ചു തോന്നുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിതാ ടാബ്ലറ്റൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പേഷ്യൻസിനെ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ആയുർവേദത്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സാ വിധികൾ വേണമെങ്കിൽ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. മകരസംക്രാന്തിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ പൊങ്കൽ എല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. പ്രസാദമാണ്, അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കാണ്. ജി പ്രസാദേ, മകരസംക്രാന്തിയുടെ പ്രസാദം. ചെരുപ്പൂരിട്ട് കൊടുക്കില്ല. നമ്മൾ ഒരു പ്രസാദം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. ഇന്നലത്തെ വീഡിയോ ഞാൻ കുറച്ചെടുക്കുന്നുണ്ടോ, ബാക്കി ഇന്ന് എടുക്കാറ്. കാര്യമായിട്ട് ഓഫാണ്. അപ്പോൾ രാവിലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഇവർ
ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഉണ്ടാക്കണം, എനിക്ക് കഴിക്കണമെങ്കിൽ. അപ്പം നമുക്ക് എന്തായാലും ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ആട്ടയെടുക്കാം. ഗുഡ് ലൈഫിൻ്റെ ആട്ടയാണ്, എനിക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ആട്ട എടുക്കാം. കുറച്ച് ചക്കിയാട്ട, അതുകൊണ്ട് നമ്മൾ ആട്ടയിലേക്ക് ഇനി ഈ ആട്ടയിലേക്ക് അല്പം ഉപ്പ്, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുക്കണ്ടേ എന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. ബാക്കി എല്ലാവർക്കും ഓഫ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കും. എന്താ, എനിക്കൊരു ഓഫ് വന്നപ്പോൾ ഉണ്ടായി തരുന്നത് ആരുമില്ല. ഇതിനൊക്കെതിരെ ശക്തമായി ഞാൻ പ്രതിഷേധിക്കും. ഈ ഉച്ചത്തേക്ക് ചോറ് കുറവാണ്, കറി എന്തോ ഉണ്ടാക്കി വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് മാത്രമുള്ള ചോറ് പറയുന്നതിലേക്ക് ഇന്നല്ല. ഭയങ്കര മടിയല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ. നമ്മൾ തന്നെ ഉണ്ടാക്കി വായിൽ കൊണ്ടു വെച്ചാൽ കഴിക്കും. ഒരാൾ ചെയ്യണമെങ്കിൽ ഒരാൾ തന്നെ ചെയ്യും, വേറെ ആരും ചെയ്യില്ല. പിന്നെന്താ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ആളുകളെ ഷെയർ ചെയ്യിപ്പിക്കുക. വിചാരിക്കുമ്പോ ഇവൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, ഇവന്റെ വീഡിയോയിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. എന്തേലും അടിപൊളി തമ്മിലിടാന്ന് വിചാരിക്കാൻ അപ്പം ആൾക്കാർ വിചാരിക്കും ഞാൻ ചാവാൻ പോവാണോ, മരിക്കാൻ പോവാണോ എന്നൊക്കെ വിചാരിക്കും. അത് ആ വകയൊന്നും ഇട്ടില്ല. എങ്കിലും നോക്കട്ടെ. ഇന്നലെ നല്ല സുഖിയനായിരുന്നു കേട്ടോ, നമുക്ക് സ്തുതി പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ദോശ കഴിക്കും. ദോശയും പരിപ്പ് കറി അതൊക്കെ ഇരിക്കണേ. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് ചെറിയൊരു സാമ്പാർ വയ്ക്കാം. കുറച്ച് ചോറ് കിട്ടുന്നല്ലോ, അത് മതി. ബാക്കി വൈകിട്ട് യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന നിസ്സാര കാര്യമില്ലെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇത്രയും കഷ്ടപ്പാട് കാര്യങ്ങളാണ്, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഓരോ വീഡിയോ ദിവസം ഇടാൻ ഞാൻ പറഞ്ഞ പാടെ എനിക്കറിയാമോ. ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ വരാൻ സാധ്യതയില്ല, മിക്കവാറും നാളെ ഞാനിത് എടുക്കും. കാരണം ഇവിടെ വൈഫൈ ഇല്ല, എൻ്റെ നെറ്റ് തീരും. അപ്പോൾ നമ്മൾ ദോശ കഴിക്കുന്നത് ഫസ്റ്റ് ദോശയ്ക്ക് കുഴപ്പം കുഴപ്പമില്ല. ഞാൻ ഒരു 3-4 ദോശ മതി. നാല് ദോശത്തെ പോകാം. എന്ത് ചെയ്യണം, ഹിന്ദി പറഞ്ഞു മടുത്തു. ഒരു പരിപ്പ് കഴിച്ച് മടുത്തു എന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ ഹിന്ദി പറഞ്ഞു മടുത്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് ഹിന്ദി അത്ര വലിയ കാര്യമായിട്ട് അറിയാനൊന്നും പാടില്ല. പിന്നെ പറയണത് ഒരു ഇത് ഒപ്പിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ എടുത്തതാണ്, അത് ആയുർവേദത്തിൻ്റെ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞ വീഡിയോ ഇടുന്നത് അത്ര രസമുള്ള കാര്യമല്ല. ആൾക്കാരെ ഇരുന്ന് ഇവന് വേറെ ഒന്നും കിട്ടാനായിട്ടാണ് ഇവൻ പഠിച്ച കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആയുർവേദത്തെ പറ്റിയൊക്കെ അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്ത് അസുഖമായാലും കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ ആയുർവേദമൊക്കെയാണ്.
നമുക്ക് ഈ ഫീൽഡിൽ വന്നേ പിന്നെ അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചികിത്സ കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഏകദേശം അറിയാം. ഓപ്പറേഷൻ ഒന്നുമില്ല കേട്ടോ, അത് ഓപ്പറേഷൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് അങ്ങനെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഈ ആയുർവേദ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് അത്ര വലിയ നിശ്ചയമില്ല. നമ്മൾ പിന്നെ അറിയാത്ത കാര്യം വെറുതെ പറഞ്ഞ് ആൾക്കാർ ആയിരിക്കും കേൾക്കണ്ടല്ലോ. ഇപ്പം എന്താ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, റൂമിൽ കിടക്കാം, ഉറങ്ങില്ല, ജസ്റ്റ് ഫോൺ നോക്കിയൊക്കെ ഇരിക്കും. വീട്ടിലേക്കൊന്നും വിളിക്കണം, കാരണം വീട്ടുകാരില്ലേ നമുക്കുള്ളൂ. ഇനി അവർ വിചാരിക്കില്ല അവരെ മറന്നു. അന്നത്തെ നേരമില്ല കേട്ടോ അവിടെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനേ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ തന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും കടയിൽ പോയിട്ട് വരാതൊക്കെ പറഞ്ഞ് പോയിട്ടാണ് പല ക്ഷേത്രങ്ങളിലും അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത് തീർത്താൽ. എനിക്ക് തന്നെ ഓർമ്മ എന്നോട് തന്നെ ചിരിയിരിക്കും. കാരണം ഇപ്പോൾ ഒരാളുടെ ഡോക്ടറെ ഞാൻ ചെയ്യാൻ അവിടെ വരെ പോയിട്ട് വരും വരാം, മറ്റേ ഡോക്ടറാണെങ്കിൽ കുഴപ്പമില്ല, മറ്റേ ഡോക്ടറാണെങ്കിൽ എനിക്ക് എന്നാ ഇന്ന് വീഡിയോ ഒന്നും ഇല്ല, പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാറുള്ളൂ. നമുക്ക് ഭയങ്കര നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതിപ്പോൾ ആരെയാണെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി അയാളെ സപ്പോർട്ട് ചെയ്യാം. അത് ചെയ്ത് തെറ്റോ ശരിയോ എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ എന്താ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി തക്കാളി ഇരിപ്പുണ്ട്, ഉഴുന്നുണ്ടാവും, തക്കാളി ചട്നി ഉണ്ടാകാം, പേപ്പർ അവിടെ ഇരിക്കട്ടെ, ഉച്ചയ്ക്ക് ചോറുണ്ടാവും. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. ക്ലിയർ അല്ലേ? ഒരു മങ്ങൽ പോലെ എനിക്ക് തോന്നുന്നത്. ക്യാമറയ്ക്ക് ചെറിയൊരു മങ്ങൽ പോലെയുണ്ട്, അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ സാധാരണ ഒരു സാംസങ് A20s അച്ഛൻ്റെ ആയിരുന്നു, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ദോശ അവസാന ദോശ എത്താറായപ്പോഴത്തേക്കും ചെറിയ പണികൾ നമ്മൾ തീ കുറച്ചിട്ടേക്കാം. അപ്പോഴത്തേക്കും ചട്നി ഉണ്ടാക്കാനുള്ള സാധനം എടുക്കാം. നല്ല പച്ച തക്കാളി, ഏതാണ്ട് പച്ചക്കറി ആയിരിക്കും കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഞാൻ ഓഫീസിൽ പോയി പച്ചക്കറിക്കാരൻ പോകുന്നത്. ഇങ്ങനെ വെളുത്തുള്ളി കറികൾ ചേർന്ന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദഹനമൊക്കെ നടക്കാൻ നല്ലതല്ല വെളുത്തുള്ളി, വയറിലെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഈ അസിഡിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർ ദിവസവും രാവിലെയും വൈകിട്ടും അതിപ്പം മല്ലിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അസിഡിക് പ്രശ്നമൊക്കെ പോയിക്കോളും. ചെറിയ ദോശ ചമ്മന്തി അരയ്ക്കാൻ പറ്റില്ല, അരയ്ക്കാൻ പറ്റും, കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന മിക്സിയുടെ വെള്ളം വെച്ചിട്ട് ട്രൈപോഡില്ലാത്ത. അപ്പൊ അന്നേരം ഞാൻ ഫോണാണെന്ന് എടുക്കൂട്ടോ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തരാം. 2 വെളുത്തുള്ളി നമ്മൾ എടുത്തത്, 2 വെളുത്തുള്ളി, 2 തക്കാളി, സവാളയും വേണം. വേറെ സവാളക്ക് വാങ്ങിച്ചാൽ കിട്ടാം. ഞാൻ ആദ്യം വിചാരിച്ചു ദോശ ചുട്ട് അപ്പം തന്നെ ചമ്മന്തി ഉണ്ടാക്കാം, പക്ഷെ
ഗ്യാസ് ഓഫ് ചെയ്തു. സവാളഗിരി പാട്ടൊക്കെ പാടിയിട്ടാണ് നടക്കുള്ളൂ. നമ്മുടെ ജനിതികമാണ് ഇങ്ങനെ അതേത് പാട്ടൊക്കെ കയറി വരും. എന്നിട്ട് പാട്ട് പാടുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ നിൽക്കാറ്. തന്നെ നിൽക്കുമ്പോൾ നമ്മൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഇതിലൊക്കെ വർത്തമാനം കൊണ്ടൊന്നും ചെയ്താലാണ് കാര്യങ്ങൾ ഞാൻ നടക്കും. ഞാൻ എന്നോടുള്ള വർത്തമാനം പറയണല്ലോ, അതൊരു തരത്തിൽ എന്തോ ഒരു അസുഖമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നല്ല വർത്തമാനം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, എനിക്കിങ്ങനെ എന്നോടുള്ള വർത്തമാനമാണ് ഭയങ്കര ഇഷ്ടം. ഇത് സിമ്പിളാട്ടോ, അതെ വേറെ ഒന്നുമില്ല. തക്കാളി ഇങ്ങനെ അരിയാം, സവാളയും ഇതുപോലെ 4 കഷ്ണമാക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പരിപ്പ് ഇടാം. ഉഴുന്നുണ്ടോ നോക്കട്ടെ, എന്തായാലും പരിപ്പ് ഞാൻ ഇട്ടുണ്ട്. അടുത്തത് തക്കാളി, സവാള, ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, മുളക് പൊടി. ശരിക്കും ഉണക്കമുളക് ഏറ്റവും നല്ലത്. ഉണക്കമുളക് ഇല്ലാത്തതാണ്. ഒന്ന് കുറച്ചിട്ടാൽ ഇവിടെ ഭയങ്കര ഉപ്പ്. മുളകിനാണെങ്കിൽ ഭയങ്കര എരിവാട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇറക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വാടിയാൽ കേട്ടോ സവാള ഇതൊക്കെ. നമുക്ക് മിക്സിയിൽ ഒരൊറ്റ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു. ഇനി ജാറടച്ച് നമുക്കിതൊന്ന് അരയ്ക്കാം. സാധാരണ അരയ്ക്കുമ്പോൾ ഞാൻ ലോകം മുഴുക്കൻ തെറിപ്പിക്കും, അതുകൊണ്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ നമ്മൾ കടുക് വറുക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ദോശയും ചമ്മന്തിയും കഴിക്കാൻ പോവാം. ഇത് ആക്ച്വലി ഇച്ചിരി കൂടി തിക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. തിക്കായിട്ട് ഞാൻ എടുക്കാറ്. ഇപ്പം ഇച്ചിരി ഇതിലെടുത്തതാണ്, ഇത്തിരി കൂടി എടുക്കാം. ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണമാണ് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി എൻ്റെ വല്യമ്മയുടെ റെസിപ്പിയാണ്. എൻ്റെ ഏറ്റവും മൂത്ത വല്യമ്മയുണ്ട്, സോമവല്യമ്മ. അപ്പം സോമവല്യമ്മയുടെ റെസിപ്പിയാണ് ഈ ചമ്മന്തി. എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ 10-11 മണി ആവാറായി. തന്നെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് വൈകിയത്. ഒന്നാമത്തെ കാര്യം ഭയങ്കര തണുപ്പാണ്. അപ്പം നമുക്ക് വലിയ പാടാണ്. അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. പട്ടം കിടന്ന് പറക്കുന്ന ഈ കാണുന്നത്, അതായത് ഇവരുടെ ഒരു പ്രത്യേക വിനോദമാണ് പട്ടം പറത്തൽ. ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ നിന്ന് എടുക്കുന്നത്. ക്ലാരിറ്റി ഉണ്ടാവില്ല, സന്ധ്യയായി. ഇപ്പോൾ വൈൻഡപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം, എങ്കിലാണ് നാളെയെങ്കിലും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ലാഗൊക്കെ ആയി, കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.